അന്യായമായ വൈദ്യുതി നിയന്ത്രണത്തിൽ പ്രതിഷേധിച്ച് കെഎസ്ഇബി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഡിവൈഎഫ്ഐ കുന്നത്തൂർ ബ്ലോക്ക് കമ്മിറ്റി ശാസ്താംകോട്ട കെഎസ്ഇബി ഓഫീസിലേക്കാണ് മാർച്ച് സംഘടിപ്പിച്ചത്. അന്യായമായ വൈദ്യുതി നിയന്ത്രണത്തിൽ പ്രതിഷേധിച്ചാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കെഎസ്ഇബി ഓഫീസുകളിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. ഡിവൈഎഫ്ഐ കുന്നത്തൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശാസ്താംകോട്ട കെഎസ്ഇബി ഓഫീസിലേക്കും മാർച്ച് നടത്തി. കുന്നത്തൂർ ബ്ലോക്ക് സെക്രട്ടറി എസ് സുധീർ ഷാ ഉദ്ഘാടനം ചെയ്തു. വേനൽക്കാലത്തുമൊന്നും ഈ കേരളത്തിൽ പവർ കട്ട് ഉണ്ടാകുന്ന സ്ഥിതിവിശേഷം ഈ കേരളം വരുത്തിയില്ല എന്ന് പറഞ്ഞത് സ്വാഭാവികമായി സംഭവിച്ചതല്ല. അതൊരു ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമായി ഇടപെട്ടുകൊണ്ട് രാഷ്ട്രീയ മൂല്യങ്ങൾ പാലിച്ചുകൊണ്ട് എല്ലാ മനുഷ്യരെയും ചോർത്തു പിടിച്ചുകൊണ്ട് ഗവൺമെന്റ് മുന്നോട്ട് പോയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലേക്ക് പവർ കട്ട് മുൻകരുതലോടുകൂടി ഉണ്ടാവാതിരിക്കാനുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടപ്പിലാക്കി. എന്നാൽ ഇന്ന് നമ്മൾ പരിശോധിക്കപ്പെടണം. ഒരു 3 മാസക്കാലയളവേ ആയിട്ടുള്ളൂ ഈ കേരളത്തിൽ UDFന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് അധികാരത്തിലേറിയിട്ട്. മധുവിധി കാലം പോലും കഴിഞ്ഞില്ല. അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇത്തരത്തിലേക്ക് ഈ നാടിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്ക് നാട്ടിലെ മാനവരാശിയെ ജനങ്ങളെയാകെ ഇരുട്ടിലേക്ക് തള്ളിവിടുന്ന നിലയിലേക്ക് UDFന്റെ പൂക്കി സർക്കാർ മുന്നോട്ട് പോകുന്നു. ഈ ഗവൺമെന്റ് അധികാരത്തിലേറുമ്പോൾ എന്തെല്ലാം വാഗ്ദാനങ്ങളാണ് ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഏവർക്കും അറിയാം. വലിയ തരത്തിലേക്കുള്ള പൊള്ളയായ വാഗ്ദാനങ്ങൾ നിരത്തിക്കൊണ്ട് നാടിന്റെ മുമ്പിലേക്ക് കള്ളത്തരങ്ങൾ മാത്രം എന്നൊരു മുഖ്യമായി VD സതീശൻ മാറിയിരിക്കുകയാണ്. ബ്ലോക്ക് പ്രസിഡന്റ് സന്തോഷ് എസ് വലിയപാടം അധ്യക്ഷത വഹിച്ചു. അവൻ എഴുതാൻ കഴിയില്ല. കാരണം എന്താണ്? അവന്റെ ജീവിതാനുഭവത്തിന്റെ ഒരു താളുകളിലും ലോഡ് ഷെഡിങ്ങോ പവർ കട്ടോ ഇല്ല എന്നുള്ളതാണ്. ആ നിലയിലേക്ക് നമ്മുടെ കേരളത്തിനകത്ത് വൈദ്യുതി മേഖലയിൽ സമാനതയില്ലാത്ത മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ കേരളത്തിൽ അധികാരത്തിലിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിന് കഴിഞ്ഞു എന്നുള്ളതാണ്. എസ് നിതിൻ സ്വാഗതം പറഞ്ഞു. SFI സംസ്ഥാന കമ്മിറ്റി അംഗം അജ്മൽ, ഡിവൈഎഫ്ഐ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി ശ്യാംകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് അലീന ആമൽ, അജേഷ്, ആതിര വിഷ്ണു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.